കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളുണ്ട്. എന്നാലും വലിയ തിരക്കെന്ന് പറയാനില്ല, പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഇപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് നിൽക്കുന്നത്, അനുഗ്രഹിക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് പോയി കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. അങ്ങനെ വരുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. അതേപോലെ വലത് വശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം ഇങ്ങനെ ഉണ്ട്. അതുകൂടാതെ ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചായിട്ട് നല്ല വലിയൊരാളേനെ കാണണം കേട്ടോ. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, അങ്ങനെ നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല വലിയ ആളായിട്ടാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ആ ചുവന്ന ഒരു പട്ട് ഇങ്ങനെ ഉടുത്ത് അതിൻ്റെ മുകളിൽ പച്ച ഞെറികൾ വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെയും ഒക്കെ പാടെ ചേർത്ത പോലെ. പിന്നെ അരയിൽ അരമണി കിങ്ങിണി ഒക്കെ ഉണ്ട്. വലിയൊരാളിനെയാണ്. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, വലത്തെ കയ്യിൽ ഒരു കലപ്പുണ്ട്. വലത്തെ കയ്യിൽ കലപ്പുണ്ട്. ഇടത്തെ കയ്യിൽ താമരപ്പൂ പോലത്തെ പൂക്കളുണ്ട്, കുറച്ച് പൂക്കളുണ്ട്. അപ്പോൾ ഇന്ന് ബലരാമസ്വാമി ആയിട്ടാട്ടോ. അങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പുഞ്ചിരി. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് തന്നെ ഉള്ളൊരു കാഴ്ച. നല്ല വലിയ ആളായിട്ടാണ്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ഇന്നിപ്പോൾ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഏട്ടൻ്റെ ഭാഗത്താണ് ഇന്നത്തെ അവതാരം. ഏട്ടനായിട്ടാണ്, ബലരാമസ്വാമി ആയിട്ടാണ് ആ ഒരു കാഴ്ച. വളരെ മനോഹരം. കലപ്പൊക്കെ ഇങ്ങനെ ആ ചോളത്തിങ്ങനെ വെച്ച് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച്, എന്താ രസം. ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം ആ പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്തായാലും നല്ല അനിയന് കൊടുക്കണമെങ്കിൽ അനിയന് കൊടുക്കാം. ഇനി ആർക്കാച്ചാൽ അങ്ങനെ. എന്തായാലും അവിടെ നിന്ന് കണ്ടപ്പോൾ കുറച്ച് എടുത്തതാവും. അപ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ. അങ്ങനെ തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാലകൾ 2 എണ്ണം, വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ള ഏകദേശം അതേപോലെ തന്നെ. പിന്നെ ഒരു ഉണ്ടമാലയാണ്. ഉണ്ടമാല നല്ല വലുതായിട്ട് ഞാൻ കിടക്കുന്നുണ്ട്. അതും എന്താ വെച്ചാൽ വെളുത്ത പൂവ് കൂടുതലും, പിന്നെ ഇടയ്ക്ക് കുറച്ച് തെച്ചി തുളസി. അങ്ങനെ മുകളിൽ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകളുണ്ട്. അത് താമരയും തുളസിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലൊരു കാഴ്ച കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. എല്ലാവരുടെയും മനസ്സിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ്. ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ സമാധാനമായിട്ട് സുഖമായിട്ട് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. അങ്ങനെ വിചാരിച്ച് കാണുന്ന ആ ഒരു കാഴ്ചയാണ് ബലരാമസ്വാമിയായിട്ട് കലപ്പയും പൂക്കളും പിടിച്ച് നിൽക്കുന്ന ആ ഉണ്ണിയുടെ രൂപം. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ ഗുരുവായൂരപ്പനെ. നന്നായിട്ടുള്ള അനുഗ്രഹം നമുക്കുണ്ടാവും. അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗണേശൻ്റെ അടുത്ത് വരിക, ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അരയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടെ നിന്ന് അങ്ങനെ പോരുമ്പോൾ ആ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ വാമനരൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ഗജേന്ദ്രമോക്ഷത്തിനൊക്കെ കണ്ടു തൊഴുത്, അതേപോലെ
അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ അവിടുന്ന് വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നരസിംഹസ്വാമി ഇരിക്കുന്നത് കാണാം. അതിനുശേഷം ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ഭാർഗവരാമനും ബലരാമനും ഒക്കെ ആയിട്ട് കണ്ടു തൊഴുത് ശ്രീകൃഷ്ണനെയും കണ്ടു തൊഴാം. മുരുകനെയും അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് താമരക്കണ്ണനെയും കണ്ട് തൊഴാം. എന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ താഴത്തെ നോക്കിക്കഴിഞ്ഞാൽ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയും ആ ഉണ്ണീനെയൊക്കെ കൊണ്ടുപോകുന്ന ഉണ്ണീനെ അനന്തൻ്റെ കാവലിൽ വസുദേവർ കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ച കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദമൊക്കെ കൊണ്ടിട്ട് അവിടുന്ന് ചന്ദനവും തീർത്തും വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാനെ തൊഴുത്ത് നമസ്കരിക്കാം. അതിനുശേഷം കൂത്തമ്പലത്തിലും അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. എന്നിട്ട് അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിൽ വന്ന് ദീപസ്തംഭത്തിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യാം. നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. എന്നിട്ട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് അവിടുന്ന് വീണ്ടും വന്ന് ഭഗവതി നടയിലും കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് അങ്ങനെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. മഹാദേവനും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിച്ച് അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുത്തു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.